ഹലോ ആസ്പിറൻസ്, വെൽക്കം ബാക്ക് ടു ബാങ്കിങ് മാസ്റ്റർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സ്ക്വയർ ഓഫ് നമ്പേഴ്സ് എൻഡിങ് വിത്ത് 5 ആണ്. 5ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നതിനുള്ളൊരു ട്രിക്കായിട്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ചെയ്യുന്നത് സ്ക്വയർ ഓഫ് എനി അതർ നമ്പറാണ്. വേറെ ഏത് നമ്പർ എടുത്താലും 5ൽ എൻഡ് ചെയ്യുന്ന നമ്പർ എന്നല്ല, ഏതൊരു നമ്പർ എടുത്തു കഴിഞ്ഞാലും ആ ഒരു നമ്പറിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 27 ആണ്. 27ൻ്റെ സ്ക്വയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 27ൻ്റെ സ്ക്വയർ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 30 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം എന്നുള്ള കാര്യം. അപ്പോൾ 27ൻ്റെ സ്ക്വയർ നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യമാണ്. 27ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 729 ആണ്. നമുക്ക് അറിയാവുന്നതാണ്, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം. അപ് ടു 30 വരെ ഇല്ലെങ്കിൽ നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ഒരു സ്ക്വയേഴ്സാണ്. അപ്പോൾ 27ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 729 ആണ്. ഇതെങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ 27 എന്ന് പറയുന്നത് നമ്മളിങ്ങനെ എഴുതുന്നു. 27ൻ്റെ സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇവിടെ നോക്കൂ, നമുക്ക് 7 എടുക്കാം. ഫസ്റ്റ് 7ൻ്റെ സ്ക്വയർ നമുക്കറിയാം. എത്രയാണ്? 7ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 49 ആണ് നമുക്കറിയാം. ആ 9 ഞാനിവിടെ എഴുതുന്നു. 7ൻ്റെ സ്ക്വയർ 49 ആണെന്ന് എഴുതാം. ആ 9 ഞാനിവിടെ എഴുതുന്നു. 4 ഞാൻ ക്യാരി ചെയ്യുന്നു. 4 ഞാൻ ക്യാരി ചെയ്യാണ്, മാറ്റി വെക്കുകയാണ്. 7ൻ്റെ സ്ക്വയർ 49ൽ 9 മാത്രം ഞാൻ ഇവിടെ എഴുതുന്നു. ഓക്കെ, 4 ഇവിടെ ക്യാരി ചെയ്യുന്നത് മറന്നു പോകരുത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ 4 എഴുതാം. ഇനി അടുത്ത നമ്പർ ഏതാണ്? 2 ആണ്. ആ 2ഉം ഈ 7ഉം ഈ 2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 7 × 2 ചെയ്യാം. 2 × 7 14 ആണ്. 14 × 2 28 ആണ്. 28 മാത്രമല്ല, ഇവിടെ ആരും കൂടിയുണ്ട്, നമ്മുടെ ബാക്കി വന്ന 4ഉം കൂടിയുണ്ട്, അല്ലെ? നമ്മൾ ക്യാരി ചെയ്ത 4ഉം കൂടിയുണ്ട്. അപ്പോൾ 28 + 4, അത് പ്ലസ് ചെയ്യാം. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന അതേ രീതിയിൽ ക്യാരി ചെയ്തതിന് നമ്മൾ ആഡ് ചെയ്യുമല്ലോ ലാസ്റ്റ്. അതേ രീതിയിൽ ആദ്യം ഈ 2ഉം ഈ 7ഉം ഈ 2ഉം തമ്മിൽ ഈ സ്ക്വയറിൻ്റെ 2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ക്യാരി ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നമ്പർ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 28 + 4 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടാം? 32 ആണ് കിട്ടുക. ശരിയല്ലേ? 32 ആണ് കിട്ടുക. ഇതേപോലെ 32ൻ്റെ 2 നമ്മൾ എഴുതുന്നു. വീണ്ടും ആര് ക്യാരി ചെയ്യണം? 3 നമ്മൾ ക്യാരി ചെയ്യും. അതായത് ഒരു ഡിജിറ്റ് മാത്രമേ നമ്മൾ ആൻസറിലേക്ക് എടുക്കുകയുള്ളൂ, ബാക്കി നമ്മൾ ക്യാരി ചെയ്യണം. അപ്പോൾ ഇവിടെ 3 ആണ് ക്യാരി ചെയ്യണം. 3 നമ്മൾ ക്യാരി ചെയ്ത് ഇവിടെ എഴുതി. അപ്പോൾ ഇനി 29 ആയിട്ട് മാറി, അല്ലേ? ഇനി 3 ഇവിടെ ബാക്കിയുണ്ട്. ഇനി ഈ 2ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. 2ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. 2ൻ്റെ സ്ക്വയർ എന്താണ്? 4 ആണ്. 2ൻ്റെ സ്ക്വയർ 4 ആണ്. 4ൻ്റെ കൂടെ ആരെ കൂടി ആഡ് ചെയ്യണം? ഈ 3 കൂടി വരുമ്പം 4 + 3 എന്ന് പറയുന്നത് എത്രയാണ്? 7 ആണ്. ആ 7 നമ്മളിവിടെ എഴുതും. 729. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. ഇങ്ങനെ പറയുമ്പോൾ ഉള്ള കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. 33ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം എന്ന് ചോദിച്ചു. 30 വരെയുള്ള സ്ക്വയേഴ്സാണ് ഞാൻ പഠിക്കണം എന്ന് പറഞ്ഞത്. പറ്റുമെങ്കിൽ ഒരു 50 വരെ ഇല്ലെങ്കിലും പഠിച്ച് വെക്കുക. കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് എക്സാമിന് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ 33ൻ്റെ സ്ക്വയർ നമുക്ക് കണ്ടുപിടിച്ച് പറയാൻ അറിയില്ല, കാണാണ്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ 33ൻ്റെ സ്ക്വയർ ഈ മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 3 ആണ്, അല്ലേ? അപ്പോൾ 3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആദ്യം 3ൻ്റെ സ്ക്വയർ 9 ആണ്. ആ 9 ഞാനിവിടെ എഴുതുന്നു. ഇനി 3 × ക്യാരി ചെയ്യാനൊന്നുമില്ല, ഇതൊരു 1 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ ക്യാരി ചെയ്യാനൊന്നുമില്ല. അപ്പോൾ അടുത്തത് 3 × 3 × 2. 3 × 3 × 2. 3 × 3 9 ആണ്. 9 × 2 18 ആണ്. ഇവിടെ ഞാൻ 8 എടുക്കും. 1 എന്ത് ചെയ്യും? ക്യാരി ചെയ്യും. 1 ക്യാരി ചെയ്യും. അതിങ്ങനെ ഒരു വട്ടമിട്ട് വെച്ചാൽ മതി, 1 ക്യാരി ചെയ്തതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ 1 ക്യാരി ചെയ്തു. ഇനി അടുത്തത് ഈ 3 എടുക്കും. 3ൻ്റെ സ്ക്വയർ ആണ്. 3ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. 9ൻ്റെ കൂടെ ആരെയും കൂടി ആഡ് ചെയ്യണം? ഈ 9 + 1ഉം കൂടി ആഡ് ചെയ്യണം. സോ നമുക്ക് എന്ത് കിട്ടും? 10 കിട്ടും. ആ 10 ഇവിടെ എഴുതും. അപ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുക? 1089 ആണ് 33ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. 59ൻ്റെ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കുക. 59ൻ്റെ സ്ക്വയർ സെയിം മെത്തേഡ്. 9ൻ്റെ സ്ക്വയർ ആദ്യം ചെയ്യും. 81 ആണ്. ആൻസറിൽ 1 എഴുതും. 8 ക്യാരി ചെയ്യും. അടുത്തത് 5 × 9 × 2 ചെയ്യണം. 5 × 9 45 ആണ്. 45 × 2 90 ആണ്. 90ൻ്റെ കൂടെ ആരുണ്ട്? ക്യാരി ചെയ്യാനുണ്ടല്ലേ? അപ്പം 90 + 8 എന്ന് പറയുന്നത് 98 ആണ്. അപ്പോൾ ഞാൻ 90 + 8 98 എന്ന് കിട്ടും. 8 എന്നുള്ളത് ക്രോസ് ചെയ്യുക, അല്ലെങ്കിൽ അത് പിന്നെയും ഓർത്തിരിക്കേണ്ടതെന്ന് വെച്ചാണ്. കഴിഞ്ഞെങ്കിൽ അത് ക്രോസ് ചെയ്യുക. ഇനി 9 ക്യാരി ചെയ്തു. 98 ആണ്. 8 ഇവിടെ എഴുതി. ഇനി 9 ക്യാരി ചെയ്തു. ഇനി അടുത്തത് 5ൻ്റെ സ്ക്വയർ ആണ്. 5ൻ്റെ സ്ക്വയർ 25 ആണ്. കഴിഞ്ഞോ? ഇല്ല. 25ൻ്റെ കൂടെ ആരെയും കൂടി ആഡ് ചെയ്യണം? ഈ 9 കൂടി ആഡ് ചെയ്യണം. 25 + 9 എന്ന് പറയുന്നത് എത്രയാണ്? 34 ആണ്. അപ്പോൾ ഈ 34 ഇവിടെ എഴുതും. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 3481 ആണ് 59ൻ്റെ
സ്ക്വയർ എന്ന് കിട്ടും. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്പേഴ്സും കൂടി സ്വയം എടുത്ത് ചെയ്ത് നോക്കുക. ഏത് നമ്പേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ 63ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് പ്രാക്ടീസ് ആവും. ഇത് എത്രയും എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും, പെട്ടെന്നൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. എക്സാമിന് നമുക്കറിയാം സമയം കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ട്രിക്സ് സ്ക്വയേഴ്സൊക്കെ എപ്പോഴും എല്ലാ സിംപ്ലിഫിക്കേഷൻ അപ്രോക്സിമേഷൻ ക്വസ്റ്റ്യനിലും കാണുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഏറ്റവും പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് ട്രിക്സും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നല്ലൊരു ട്രിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.